ശൈലജ എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ജനക്കൂട്ടം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതും ഈശോ അവളെ കരുണയോടെ വീക്ഷിക്കുന്നതുമാണ്. ഇന്നത്തെ സുവിശേഷത്തില് രണ്ടു കൂട്ടം ആളുകൾ നമ്മൾ കാണുകയാണ്. ഒന്നാമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരിണിയായ സ്ത്രീയെ നിയമം വെച്ച് വിധിക്കാനായിട്ട്, ഈശോയുടെ വായിൽ നിന്ന് വിധി കേൾക്കാനായിട്ട് ഈ സ്ത്രീയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ജനക്കൂട്ടമുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ സ്ത്രീയെ അവർക്ക് വിധിക്കണം, അതുവഴി ഈശോയെ അവർക്ക് കുടുക്കിൽ കൊടുക്കണം എന്നുള്ളതാണ്. എന്നാലും ഈ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ കൊണ്ടുവരുന്ന ഒരു കൂട്ടമാണുണ്ട്. രണ്ടാമതായിട്ട് ഈശോയാണ് മറുപക്ഷത്ത്. അതായത് ഇന്നത്തെ സുവിശേഷം വായിക്കുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ആവർത്തിച്ച് ഈശോയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും പറയുന്ന ഒരു വചനഭാഗം ഇങ്ങനെയാണ്: അവർ ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ തിരിഞ്ഞ് അവരോട് പറഞ്ഞതാണ് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ സ്ത്രീയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുകയാണ്. ഈശോ എന്താണ് ചെയ്യുന്നത്? ഈശോയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സ്ത്രീയോട് കരുണ കാണിക്കാനായിട്ട് ഈശോ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ സ്ത്രീയുടെ അതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും റിപ്പീറ്റ് ചെയ്തു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് സമൂഹം നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമൂഹം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യം കണ്ടുപിടിക്കാനായിട്ട് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് കരുണ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു സദ്വാർത്ത അതാണ്. സമൂഹം നിന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് നിന്റെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുമ്പോഴും നിന്നോട് കരുണ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വെമ്പൽ കൊള്ളുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ട് ദൈവകരുണയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അകന്ന ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവകരുണയെ നന്ദിയോടെ ഓർക്കാം. ദൈവം നമ്മോട് കാണിക്കുന്ന കാര്യം പോലെ തന്നെ മറ്റുള്ളവരോടും കരുണയോടെ പ്രവർത്തിക്കാനുള്ള ഒരു കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും നിസ്സാരമായി